ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പച്ചയ്ക്ക് ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം. മികച്ച വിത്തുഗുണമുള്ള യുവനിരയെ ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ഗൂഢാലോചന എന്ന് മുഖപ്രസംഗം. കോൺഗ്രസിൽ ഉയർന്നു വന്നത് ജ്ഞാനതൃഷ്ണയുള്ള കത്തുന്ന സൂര്യന്മാരെന്നും വിശേഷണം. രാഹുലിനെ ഉമ്മൻചാണ്ടിയോട് തുലനപ്പെടുത്തി വെള്ളപൂശൽ. വീക്ഷണത്തിന്റെ വിവാദ മുഖപ്രസംഗത്തെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലെ രാഹുൽ വിരുദ്ധ നേതാക്കൾ. രോഷം കൊണ്ട് വി.ഡി. സതീശൻ. മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. അവരോട് എഴുതിയവരോട് ചോദിച്ചോ, എനിക്കറിയാം. സതീശനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല. മുഖപത്രത്തിന്റെ നിലപാടല്ല കോൺഗ്രസിന് എന്ന് കെ മുരളീധരൻ. വീഴ്ച പറ്റിയെന്നും നടപടി ഉണ്ടാകുമെന്നും വീക്ഷണം MD ജെയ്സൺ ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിൽ മലക്കം മറിഞ്ഞ് കെ സുധാകരൻ. രാഹുൽ ചെയ്തത് വലിയ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ തീവ്രമായി പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല ന്യൂസ് മലയാളത്തോട്. തെരഞ്ഞെടുപ്പ് വിഷയമാവില്ല. പിന്നെ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിവിടെ എന്ത് രാഷ്ട്രീയ പ്രാധാന്യം? രാഹുൽ മാങ്കൂട്ടത്തിലും താനും തമ്മിലുള്ള സൗഹൃദം പാർട്ടി നടപടിയെ സ്വാധീനിച്ചിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങൾ തള്ളി അതിജീവിതയുടെ നിർണായക മൊഴി. രാഹുലിനെ പരിചയപ്പെടുന്നത് വിവാഹബന്ധമൊഴിഞ്ഞ് 5 മാസത്തിന് ശേഷമെന്ന് യുവതി. ഭർത്താവുമായി ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രമെന്നും മൊഴി. ന്യൂസ് മലയാളം ഉൾപ്പെടെ പുറത്തുവിട്ട ശബ്ദരേഖ തന്റേത് എന്ന് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ടെന്ന് സൂചന. MLA-യുടെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിൽ. അറസ്റ്റ് വൈകേണ്ട എന്ന തീരുമാനത്തിൽ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ല എന്ന നിയമോപദേശം. മാങ്കൂട്ടത്തിലിന്റെ ഹർജി ബുധനാഴ്ച പരിഗണിക്കും. ഭീകരവാദി ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത, മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിന് നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. ഇത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ സഖാവോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ ഒക്കെ ആവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ പോരാട്ടം തുടർന്ന് സമസ്ത ലീഗ് വിരുദ്ധ പക്ഷം. വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുന്നത് അപകടകരമെന്ന് ഉമർ ഫൈസി മുക്കം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സംസാരിക്കുന്നവരെ സഖാവാക്കുന്നുവെന്നും ഉമർ ഫൈസി. ഒതായി മനാഫ് വധക്കേസിൽ 1-ാം പ്രതി ഷഫീഖിന് ജീവപര്യന്തം തടവ് ശിക്ഷ. തടവിന് പുറമെ 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് മഞ്ചേരി കോടതി. ഷഫീഖ് PB അൻവറിന്റെ സഹോദരി പുത്രൻ. യൂത്ത് ലീഗ് നേതാവിനെ കുത്തിക്കൊന്നത് 1995 ഏപ്രിൽ 13-ന്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. അഗ്നിബാധ. 9-ാം നിലയിലെ AC ചില്ലർ യൂണിറ്റിൽ. വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി വീണാണ് അപകടമെന്ന് പ്രാഥമിക നിഗമനം. രോഗികളെയെല്ലാം സുരക്ഷിതരാക്കി അതിവേഗ രക്ഷാപ്രവർത്തനം. അന്വേഷണം ആരംഭിച്ച് ഫയർഫോഴ്സ്. ഹാൽ സിനിമ വീണ്ടും കാണാൻ ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ച് ബുധനാഴ്ച വൈകിട്ട് ഹാൽ കാണും. തീരുമാനം സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ച്. ക്രൈസ്തവരെയും താമരശ്ശേരി ബിഷപ്പിനെയും സിനിമ അധിക്ഷേപിക്കുന്നെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ഇടുക്കിയിലെ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയതിൽ സ്ഥാപനത്തിന് കലക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ. സദേൺ സ്കൈസ് പ്രവർത്തിച്ചത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയെന്ന് കണ്ടെത്തൽ. നടത്തിപ്പുകാരായ 2 പേർക്കെതിരെ കേസ്. മുനമ്പം സമരം അവസാനിപ്പിക്കുന്നതിൽ സമരസമിതി 2 തട്ടിൽ. സമരം നിർത്താനുള്ള നിലപാട് 5 പേർ മാത്രം ചേർന്ന് തീരുമാനിച്ചതെന്ന് BJP അനുകൂലികൾ. നാളെ മുതൽ പുതിയ പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നും പ്രഖ്യാപനം. സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചാണ് സമരം നിർത്തുന്നത് എന്ന് മുനമ്പം പള്ളി സഹവികാരി. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ അതിക്രമിച്ച് കയറി ആൾ പിടിയിൽ. കൊൽക്കത്ത സ്വദേശിയെ പിടികൂടിയത് മിലിറ്ററി പോലീസും ഇന്റലിജൻസും ചേർന്ന്. സൈനിക ക്യാമ്പിൽ കടന്നുകയറാൻ ശ്രമിച്ചത് ഇന്നലെ രാത്രി.
മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ധനസഹായം വെട്ടിക്കുറച്ച സർക്കാർ. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപയുടെ സഹായം 50,000-ആയി കുറച്ചു. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ വൻ പ്രതിഷേധമെന്ന് INTUC. പകുതിയായി വെട്ടിക്കുറച്ചത് 41 തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള സഹായം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. കൈഞ്ഞരമ്പ് മുറിച്ചത് 3ാം പ്രതിയായ മണികണ്ഠൻ. ജീവനൊടുക്കാനുള്ള ശ്രമം മദ്യപിച്ച് ബഹളം വെച്ചതിന് പോലീസ് കേസെടുത്തതിന് പിന്നാലെ. ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത മുഴുവൻ വാഹനങ്ങളും അമിത് ചക്കാലക്കലിന് വിട്ടു നൽകി കസ്റ്റംസ്. വാഹനങ്ങൾ നൽകിയത് കർശന ഉപാധികളോടെ. സംസ്ഥാനത്തിന് പുറത്ത് വാഹനങ്ങൾ ഓടിക്കരുതെന്നും കൈമാറ്റം പാടില്ല എന്നും നിർദ്ദേശം. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. ഗ്രാമിന് 125 രൂപ കൂടി 11,900 രൂപയായി. പവന് 1000 രൂപ വർദ്ധിച്ച് 95,200 രൂപയിലെത്തി. അനിശ്ചിതത്വങ്ങൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കർണാടക കോൺഗ്രസിൽ സമവായം. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരും. 2027 DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനും ധാരണയെന്ന റിപ്പോർട്ട്. മഞ്ഞുരുകൽ DK സിദ്ധരാമയ്യ കൂടിക്കാഴ്ചയിൽ. അധികാര തുടർച്ച പരമപ്രധാന ലക്ഷ്യം എന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ. ഉത്തർപ്രദേശിലെ വ്യാജ കഫ് സിറപ്പ് നിർമ്മാണ കേസിൽ കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കെതിരെ നടപടി. 12 കമ്പനികൾക്കെതിരെ കൂടി കേസെടുത്തു. ഇതുവരെ നടപടിയെടുത്തത് 38 കമ്പനികൾക്ക് എതിരെ. സ്ലീപ്പർ കോച്ചുകളിലും AC കോച്ചുകളിലേതിന് സമാനമായി തലയണയും വിരിപ്പും നൽകാൻ ദക്ഷിണ റെയിൽവേ തീരുമാനം. ജനുവരി 1 മുതൽ 10 ട്രെയിനുകളിൽ പദ്ധതി നടപ്പാക്കും. ഈടാക്കുക 50 രൂപ. ബീഹാറിൽ BJP നേതാവിനെ അജ്ഞാത സംഘം പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നു. കൊല്ലപ്പെട്ടത് ഖഖാരിയ ജില്ലയിലെ ദിലീപ് കുമാർ. ബൈക്കിലെത്തിയ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. കൊലയ്ക്ക് പിന്നിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പക എന്ന സംശയത്തിൽ അന്വേഷണ സംഘം. പ്രതിരോധ മേഖലയിൽ 8,000 കോടിയുടെ വമ്പൻ കരാറുമായി ഇന്ത്യയും അമേരിക്കയും. ഒപ്പിട്ടത് 24 സീഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ. വാങ്ങുക MH-60R വിഭാഗത്തിൽപ്പെട്ട അത്യാധുനിക ഹെലികോപ്റ്ററുകൾ. സോഫ്റ്റ്വെയർ അപ്ഡേഷനെ തുടർന്ന് വിമാന സർവീസുകൾ ഇനിയും മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് എയർബസ്. എയർ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ അവതാളത്തിൽ. എയർ ഇന്ത്യ സർവീസിനെയും ബാധിക്കുമെന്ന് അറിയിപ്പ്. അപ്ഡേഷൻ നടക്കുന്നത് 6,000-ലധികം A320 വിമാനങ്ങളിൽ. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീപ്രകാശ് ജയ്സ്വാൾ അന്തരിച്ചു. അന്ത്യം 81-ാം വയസ്സിൽ കാൺപൂരിൽ. 3 തവണ കാൺപൂരിൽ നിന്നുള്ള ലോക്സഭാംഗമായി. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ആഭ്യന്തര സഹമന്ത്രിയും കൽക്കരി മന്ത്രിയുമായിരുന്നു അദ്ദേഹം. ശ്രീലങ്കയിൽ കൊടിയ നാശം വിതച്ച് ഡിറ്റുവ ചുഴലിക്കാറ്റ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 100 കടന്നു. നിരവധി പേരെ കാണാനില്ല. 2 ലക്ഷത്തോളം കുടുംബങ്ങളെ ദുരന്തം ബാധിച്ച് എന്ന് റിപ്പോർട്ട്. 3000-ഓളം വീടുകൾ തകർന്നു. 18,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത നടപടികളുമായി ട്രംപ് ഭരണകൂടം. 19 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന് നിയന്ത്രണം. കുടിയേറ്റ ഇതര യാത്രകൾക്കും വിലക്ക്. കുടിയേറ്റ വിരുദ്ധ നയം കടുപ്പിക്കുന്നത് വൈറ്റ് ഹൗസിന് സമീപത്തെ വെടിവെപ്പിന് പിന്നാലെ. തെക്കൻ സിറിയയിലെ ബെയ്റ്റ് ജിനിൽ ഇസ്രയേൽ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. ജമാ ഇസ്ലാമിയ ഗ്രൂപ്പിലുള്ളവരെ പിടികൂടുകയായിരുന്നു ലക്ഷ്യമെന്ന് സൈന്യം. നടന്നത് സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരി കോടതിയിൽ. അലീമ ഖാൻ കോടതിയെ സമീപിച്ചത് ജയിൽ അധികൃതർ അനുമതി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ. ഇമ്രാൻ ആപത്ത് സംഭവിച്ചാൽ രാജ്യത്ത് വൻ കലാപമുണ്ടാകുമെന്ന് അലീമയുടെ മുന്നറിയിപ്പ്. ദയാവധം സ്വീകരിച്ച് ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതി ഡേവിഡ് മലോൺ.
ദയാവധം, പ്രോസ്റ്റേറ്റ് അർബുദത്തിന് പിന്നാലെ അൽഷിമേഴ്സും സ്ഥിരീകരിച്ചതോടെ മലോൺ ദയാവധം തെരഞ്ഞെടുത്തത് ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ്. യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുടെ വലങ്കയും മുഖ്യോപദേശകനുമായ ആൻഡ്രി യെർമാക്ക് രാജിവെച്ചു. നീക്കം ഊർജ്ജ കരാർ അഴിമതി കേസിൽ സ്വവസതിയിലെ റെയ്ഡിന് പിന്നാലെ. രാജിവെച്ചത് യുക്രൈൻ റഷ്യ സംഘർഷം ഒഴിവാക്കുന്ന ചർച്ചകളിലെ നിർണായക സാന്നിധ്യമായിരുന്ന നയതന്ത്രജ്ഞൻ. ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ബാലതാരത്തിനുള്ള സ്പെഷ്യൽ ജൂറി പരാമർശം മലയാള ചിത്രത്തിലെ പ്രകടനത്തിന്. ഓർഹാൻ എന്ന താരത്തിന് പുരസ്കാരം കിട്ടിയത് ആസിഫ് അലി ചിത്രമായ സർക്കിട്ടിലെ പ്രകടനത്തിന്. സിനിമയ്ക്ക് ചലച്ചിത്രോത്സവത്തിൽ കിട്ടിയത് വലിയ നിരൂപക പ്രശംസ. നാൽപ്പത്തിയഞ്ചാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ സമാന്തരങ്ങളെ അട്ടിമറിച്ചെന്ന് സംവിധായകൻ ബാലേന്ദ്ര മേനോൻ. അട്ടിമറിക്ക് പിന്നിൽ മലയാള സിനിമയിലെ ചിലർ. ജൂറി അംഗമായിരുന്ന ദേവേന്ദ്ര ഖണ്ഡെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് മികച്ച സംവിധായകനും നടനുമടക്കമുള്ള പുരസ്കാരങ്ങൾ. ദുൽഖർ സൽമാൻ ചിത്രം ഐ ആം ഗെയിമിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറ്റെടുത്ത ആരാധകർ. കയ്യിൽ തൂക്കുമായി സ്റ്റൈലിഷ് ഗ്യാങ്സ്റ്റർ ലുക്കിലുള്ള ദുൽഖറിന്റെ പോസ്റ്റർ വൈറൽ. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വമ്പൻ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് സിനിമാ പ്രേമികൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് തയ്യാറെടുത്ത ഇന്ത്യ. റാഞ്ചിയിൽ പരിശീലനം ആരംഭിച്ച ടീമുകൾ. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ.